വെൽക്കം ടു സ്റ്റഡികോം MLT അക്കാദമി. നമ്മൾ കാത്തിരുന്ന കേരള PSC DME ലാബ് ടെക്നീഷ്യൻ എക്സാമിൻ്റെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എക്സാം ഡേറ്റും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സാം ഡേറ്റ് ആയിട്ട് വരുന്നത് ജൂൺ 23 ആണ്. ജൂൺ 23 എക്സാമിൻ്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. കൺഫേം ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സൈറ്റിൽ കയറിയിട്ടും കൺഫർമേഷൻ കൊടുക്കുക. പിന്നെ നമുക്ക് അതിനുശേഷം നമ്മൾ കൺഫർമേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം കൃത്യമായിട്ട് നമുക്ക് ഡേറ്റ് വന്നതുകൊണ്ട് ഇത്ര സമയമാണ് പ്രിപ്പയർ ചെയ്യാനുള്ളതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് നമുക്കിനി പ്രിപ്പയർ ചെയ്യാനുള്ളത് 3 മാസമാണ് വരുന്നത്, അല്ലെങ്കിൽ 3 months or 90 days ആണ്. ഈ 90 ഡേയ്സിനുള്ളിൽ നമുക്ക് സിലബസ് കവർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ലാസ്റ്റ് ഒരു 10-15 ദിവസം നമ്മൾ മാറ്റി വെച്ചാൽ തന്നെ, റിവിഷന് വേണ്ടി മാറ്റി വെച്ചാൽ തന്നെ ഒരു 75 ഡേയ്സ് കൊണ്ട് നമുക്ക് സിലബസ് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കറിയാം, നമുക്ക് ഡിഗ്രിയിൽ പഠിക്കുന്നത് പോലെ ഒരു തിയറി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് പോലെയല്ല ഒരു PSC എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. കാരണം നമ്മൾ തിയറി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എഴുതാനുള്ള രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ എല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ഒരു ആൻസർ വരുന്ന രീതിയിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമ്മൾ PYQ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, എങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് ഈ ഒരു 75 ഡേയ്സിനുള്ളിൽ എങ്ങനെ നമുക്ക് ഈ ഒരു സിലബസ് കവർ ചെയ്യാമെന്നുള്ള ഒരു 75 ഡേയ്സ് ചലഞ്ചാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ആദ്യത്തെ ഒരു ഫസ്റ്റ് വീക്കിൽ നമ്മൾ ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കുന്നത് എന്നുള്ളത് ഓൾറെഡി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ ഈ ഒരു 75 ഡേയ്സത്തെ കംപ്ലീറ്റ് സിലബസും അല്ലെങ്കിൽ സ്റ്റഡി പ്ലാനും തന്നിട്ട് നമ്മളത് വെറുതെ പഠിക്കാണ്ടിരുന്നിട്ട് അങ്ങനെ ജസ്റ്റ് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഓരോ വീക്കത്തെ സ്റ്റഡി പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് വീക്കത്തെ, അതായത് നമ്മൾ നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. നാളെ എന്ന് പറയുമ്പോൾ നമ്മൾ മാർച്ച് 24 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 6 ദിവസം, അതായത് മൺഡേ ടു സാറ്റർഡേ നമ്മൾ ഓരോ ടോപ്പിക്ക് വൈസ് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം സൺഡേ എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ് റിവിഷനാണ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പോൾ ഡേ 1 ഇപ്പം ബാക്ടീരിയോളജി, കാരണം ഞാൻ ആദ്യം ഈ ടോപ്പിക്കായിട്ട് ഇട്ടത് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്ത ടോപ്പിക്കുകളായിരിക്കും. ഡിസ്കസ് ചെയ്ത തന്നെ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നതിന് പകരം ഡിസ്കസ് ചെയ്യാത്ത ബാക്ടീരിയോളജിയാണ് നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് ഇട്ടത്. അപ്പോൾ അതിൽ ഏത് ഏരിയ ആണ് കവർ ചെയ്യുന്നതെന്നുള്ളതും കൂടി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ പഠിക്കാം. അതിനുശേഷം ഒരു ഈവനിങ് ഒക്കെ നാം ഈ ഒരു ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷന് നമ്മുടെ ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്യും. സോ അപ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസം ഡേ 1, ഡേ 2, ഡേ 3 ആയിട്ട് നമ്മൾ ഓരോ ദിവസം ഏത് ടോപ്പിക്കാണോ നമ്മളെ സ്റ്റഡി പ്ലാനിലുള്ളത് ആ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള PYQ ഡിസ്കഷൻ ആയിരിക്കും ഇടുന്നത്. പിന്നെ ലാസ്റ്റ് സൺഡേ ആണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു റിവൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മളുടെ ഡിസ്കഷൻ വരുന്നത്. ഓക്കെ, സോ ഇതിൽ ഓരോ ഡേ 1 ഏത് ടോപ്പിക്കാണ്, ഡേ 2 ഏത് ടോപ്പിക്കാണ് നമ്മൾ ഇടുന്നത് എന്നുള്ളത് നമ്മളെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇനി നമുക്ക് കാത്തിരിക്കാൻ, അല്ലെങ്കിൽ ഇനി എന്നാ എക്സാം എന്നുള്ള രീതിയിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി എക്സാമിൻ്റെ ഡേറ്റ് വന്നു. ഇനി നമ്മളുടെ മുന്നിൽ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് കൃത്യമായിട്ട് ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾ ഫോളോ ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ 75 ഡേയ്സ് കൊണ്ട് ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള, റിവിഷൻ ചെയ്യാനുള്ള ടൈമും വരുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോസ് പോസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. താങ്ക്